നമസ്കാരം. എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം ഈ വാക്ക് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ് അല്ലേ? പണം, സ്റ്റോക്ക് മാർക്കറ്റ്, ബഡ്ജറ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷെ പേടിക്കേണ്ട, ഇന്ന് നമ്മൾ ഈ വിഷയത്തെ വളരെ ലളിതമായൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, സാമ്പത്തിക ശാസ്ത്രത്തിന് പണ്ടേയുള്ളൊരു വിളിപ്പേരാണിത്. ഒരു വിഷാദശാസ്ത്രം. കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് ഫീലില്ലേ? ശരിയാണ്, എന്തോ ഭയങ്കര ബോറടിപ്പിക്കുന്നതും സങ്കീർണമായതുമായ ഒന്നായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. അതെ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രശാഖയ്ക്ക് ഇങ്ങനെയൊരു ചീത്തപ്പേര് വന്നത്? യഥാർത്ഥത്തിൽ എന്താണിത്? ശരി, നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് പോകാൻ ഈ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം തന്നെ ഈ ചീത്തപ്പേരിന് പിന്നിലെന്താണെന്ന് നോക്കാം. പിന്നെ ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കും. അങ്ങനെ അവസാനം നമ്മുടെ ലോകത്ത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, എന്തുകൊണ്ടാണ് പലരും ഇക്കണോമിക്സിനെ ഒരു പരാജയപ്പെട്ട ശാസ്ത്രമായി കാണുന്നത്? നമുക്ക് ആ നെഗറ്റീവ് അഭിപ്രായങ്ങളെക്കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കാം. നോക്കൂ, ഇതിനെതിരെ സാധാരണയായി വരുന്ന കുറച്ച് വിമർശനങ്ങളാണിത്. സാധാരണക്കാർക്ക് ഇതൊരു കടങ്കഥ പോലെയാണ് തോന്നുന്നത്. പിന്നെ 2008 ആ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും മുൻകൂട്ടി കാണാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇതൊരു പരാജയപ്പെട്ട ശാസ്ത്രമാണെന്നും പലരും പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പറയുന്നതിലൊക്കെ കുറച്ച് കാര്യമുണ്ട് താനും, അല്ലേ? ശരി, ഈ വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. നമുക്കിനി ഇതിന്റെ കോറിലേക്ക്, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ ആശയത്തിലേക്ക് വരാം. ഈ സങ്കീർണതകൾക്കെല്ലാം അപ്പുറം എന്താണ് സാമ്പത്തിക ശാസ്ത്രം? ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും ലളിതമായ നിർവചനം. പക്ഷേ ഇതിനെ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്കൊരു പരിധിയുമില്ല, അല്ലേ? പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള വിഭവങ്ങൾ, അത് പണമോ സമയമോ എന്തുമാകട്ടെ, അത് വളരെ കുറവാണ്. ഈ ഇല്ലായ്മയെ അഥവാ ദൗർലഭ്യത്തെ നമ്മൾ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു? ആ പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. കൃത്യമായി പറഞ്ഞാൽ 1935 ലയണൽ റോബിൻസ് എന്ന ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ഇതിനെ ഒറ്റവാക്കിലൊതുക്കി ദൗർലഭ്യത്തിന്റെ ശാസ്ത്രം, അഥവാ ദ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി. ഈയൊരു ഒറ്റ ആശയം നിങ്ങൾ ഓർത്തുവച്ചാൽ മതി, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു വലിയ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു വിഷയത്തെ എങ്ങനെയാണ് പഠിക്കാനുള്ള എളുപ്പത്തിനായി വിഭജിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായ ഒരു ഉദാഹരണം ഉപയോഗിക്കാം. ഒറ്റയൊറ്റ മരങ്ങളെ ശ്രദ്ധിക്കുന്നതും ഒരു കാടിനെ മൊത്തത്തിൽ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതെ, അതുപോലെയാണ് മൈക്രോ മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ മരങ്ങളെയും പഠിക്കുന്നതുപോലെയാണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പഠിക്കുന്നു. അതേസമയം മാക്രോ ഇക്കണോമിക്സ് മൊത്തത്തിലുള്ള വനത്തെയാണ് നോക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ. ഈ മാക്രോ എക്കണോമിക്സ് ഒരു പ്രധാനപ്പെട്ട പഠനശാഖയായി വളർന്നുവന്നത് 1930കളിലെ ആ മഹാസാമ്പത്തിക മാന്ദ്യത്തിനു ശേഷമാണ്. ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആയിരുന്നു ഇതിനു പിന്നിൽ. ശരി, അപ്പൊ നമ്മൾ തിയറികളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഒരു രാജ്യത്ത് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇന്ത്യൻ എക്കോണമി തകരുന്നു, അമേരിക്കൻ എക്കോണമി കുതിക്കുന്നു. ഇതൊക്കെ നമ്മൾ പത്രത്തിലും ടിവിയിലുമൊക്കെ സ്ഥിരം കേൾക്കുന്ന വാക്കുകളല്ലേ? അപ്പൊ എന്താണ് ഈ എക്കോണമി അഥവാ സമ്പദ്വ്യവസ്ഥ? സിമ്പിളായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെയോ ഒരു കമ്പനിയുടെയോ, എന്തിന് നമ്മുടെ സ്വന്തം വീടിന്റെയോ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു സ്നാപ്ഷോട്ടാണിത്. ഏതൊരു സമ്പദ്വ്യവസ്ഥയും നമുക്ക് പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിക്കാൻ പറ്റും. ആദ്യത്തേത് പ്രൈമറി സെക്ടർ, അതായത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് വിഭവങ്ങൾ എടുക്കുന്നത്. കൃഷി, ഖനനം ഒക്കെ ഇതിൽ വരും. രണ്ടാമത്തേത് സെക്കൻഡറി സെക്ടർ, ഈ കിട്ടിയ വിഭവങ്ങളെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വ്യവസായങ്ങൾ. മൂന്നാമത്തേത് ടേർഷറി സെക്ടർ, അതായത് സേവന മേഖല, ബാങ്കിംഗ്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പക്ഷേ കാലം മാറിയപ്പോൾ കഥയും മാറി. ഇന്ന് ഈ സേവന മേഖലയ്ക്കും മുകളിലായി 2 പുതിയ മേഖലകൾ കൂടി വന്നിട്ടുണ്ട്. നാലാമത്തേത് ക്വാട്ടനറി സെക്ടർ, ഇതിനെ നോളജ് സെക്ടർ എന്ന് പറയാം. ഗവേഷണം, ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ ഇതിലാണ്. അഞ്ചാമത്തേത് ക്വിനറി സെക്ടർ, ഇതാണ് ഏറ്റവും ടോപ്പ് ലെവൽ. ഗവൺമെന്റിലെയും വലിയ കമ്പനികളിലെയും തലപ്പത്തിരുന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നവർ. ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പദ്വ്യവസ്ഥയുടെ തലച്ചോറ് ഇവരാണ്. സാധാരണയായി ഒരു രാജ്യം വളരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കാർഷിക മേഖല, പിന്നെ വ്യവസായം, അതിനുശേഷം സേവന മേഖല.
ഇതാണ് ഡബ്ല്യു റോസ്റ്റോയുടെ സിദ്ധാന്തം പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ കാര്യം ഒരു എക്സെപ്ഷനായിരുന്നു. ഇവിടെ കാണുന്നത് പോലെ 1990കളുടെ അവസാനത്തിൽ ഇന്ത്യ വലിയൊരു വ്യാവസായിക വിപ്ലവത്തിലൂടെ കടന്നുപോകാതെ കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് സേവന മേഖലയിലേക്ക് ഒരു വമ്പൻ കുതിച്ചുചാട്ടം നടത്തി. അപ്പോ നമ്മളിപ്പോ സമ്പദ്വ്യവസ്ഥയുടെ പല ഭാഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. ഇനി അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം: ഈ ഭാഗങ്ങളെയെല്ലാം ഒരുമിച്ചു കൊണ്ടുപോകുന്ന നിയമങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? എന്താണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നോക്കൂ, ഏത് സാമ്പത്തിക വ്യവസ്ഥയുടെയും അടിസ്ഥാനപരമായ ജോലി രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകലാണ്. ഒന്ന്, സാധനങ്ങൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ട്, അത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഓരോ രാജ്യവും ഓരോ തരത്തിലുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്. അപ്പോ ഈ ചോദ്യങ്ങൾക്കുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ഉത്തരം വന്നത് മാർക്കറ്റ് ഇക്കോണമി അഥവാ കമ്പോള സമ്പദ്വ്യവസ്ഥ എന്ന ആശയത്തിലൂടെയാണ്. ഇതിന്റെ പിതാവായി കണക്കാക്കുന്നത് പ്രശസ്തനായ തത്വചിന്തകൻ ആഡം സ്മിത്തിനെയാണ്. ആഡം സ്മിത്തിന്റെ ആശയം വളരെ ലളിതമായിരുന്നു. 1876 അദ്ദേഹം പറഞ്ഞു, ഓരോ വ്യക്തിയും അവരവരുടെ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതവർ അറിയാതെ തന്നെ സമൂഹത്തിനു മൊത്തത്തിൽ ഗുണകരമായി മാറും. ഒരു ബേക്കറിക്കാരൻ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കി തരുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അയാളുടെ ലാഭത്തിനു വേണ്ടിയാണ്. പക്ഷേ അവസാനം നമുക്ക് ബ്രെഡ് കിട്ടുന്നു. ഈ സ്വാർത്ഥ താൽപര്യമാണ് ഒരു മാർക്കറ്റ് ഇക്കോണമിയുടെ എഞ്ചിൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സാമ്പത്തിക ശാസ്ത്രം എന്നത് വെറും പൈസയുടെയോ സ്റ്റോക്ക് മാർക്കറ്റിന്റെയോ കണക്കുകളല്ല. നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ടാവുകയും അത് നിറവേറ്റാനുള്ള വഴികൾ കുറവാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്: ഓരോരുത്തരും സ്വന്തം ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിന് സമൂഹത്തിലെ എല്ലാവരുടെയും നന്മ ഉറപ്പുവരുത്താൻ കഴിയുമോ? ഒരുപക്ഷേ സാമ്പത്തിക ശാസ്ത്രം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെ ആവാം. ഈ ഒരു ചിന്തയുമായി നമുക്കിന്നത്തേക്ക് നിർത്താം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, ഇതിനെ രൂപപ്പെടുത്തിയത് ശരിക്കും പറഞ്ഞാൽ രണ്ട് വലിയ സാമ്പത്തിക ആശയങ്ങൾ തമ്മിലുള്ള ഒരു കിടിലൻ പോരാട്ടമാണ്. ഒന്ന് വ്യക്തിസ്വാതന്ത്ര്യത്തിലും മറ്റൊന്ന് ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിലും വിശ്വസിച്ചു. ഈ ആശയങ്ങൾ എങ്ങനെ പരസ്പരം ഏറ്റുമുട്ടി, പരാജയപ്പെട്ടു, അവസാനം എങ്ങനെ ഒരുമിച്ചു എന്നതിന്റെ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒരു സമൂഹം, അതിലെ കോടിക്കണക്കിന് ആളുകൾ, അവർക്കൊക്കെ വേണ്ട സാധനങ്ങളും സേവനങ്ങളും എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയാണ് അതുണ്ടാക്കുന്നതും എല്ലാവരിലേക്കും എത്തിക്കുന്നതും? ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ഒരു കാലത്ത് ലോകത്തെ സാമ്പത്തികമായി രണ്ട് തട്ടിലാക്കിയത്. അപ്പോ നമ്മുടെ കഥയിലെ ആദ്യത്തെ വലിയ ആശയം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇക്കോണമിയാണ്. ഇതിനു പിന്നില് ആഡം സ്മിത്ത് എന്ന ചിന്തകനായിരുന്നു. അദ്ദേഹം മുന്നോട്ടുവെച്ച അദൃശ്യമായ കരം അഥവാ ഇൻവിസിബിൾ ഹാൻഡ് എന്നൊരൊറ്റ ആശയം ലോകം സമ്പത്തിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചു. അപ്പോ എന്താണ് ഈ പറയുന്ന അദൃശ്യമായ കരം? സംഭവം സിമ്പിളാണ്, പക്ഷെ ഭയങ്കര വിപ്ലവകരമായിരുന്നു. അതായത് ഓരോരുത്തരും അവരവരുടെ ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ പുറത്തുനിന്ന് ആരും നിയന്ത്രിക്കാതെ തന്നെ അത് മൊത്തത്തിൽ സമൂഹത്തിന് ഗുണമായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ സ്വാർത്ഥതയെ ഒരു പോസിറ്റീവ് ഫോഴ്സാക്കി മാറ്റുന്ന ഒരു മാജിക് പോലെ. ഈ സിസ്റ്റം ശരിയായി വർക്കാവാൻ 4 കാര്യങ്ങൾ വേണമെന്ന് സ്മിത്ത് പറഞ്ഞു. 1. തൊഴിൽ വിഭജനം. അതായത് ഓരോരുത്തരും ഒരു പണിയിൽ സ്പെഷ്യലൈസ് ചെയ്യുക, അപ്പോൾ കാര്യക്ഷമത കൂടും. 2. മാർക്കറ്റ് ഫോഴ്സസ്. അതായത് എന്തുണ്ടാക്കണം, എത്ര ഉണ്ടാക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരല്ല, ജനങ്ങളുടെ ആവശ്യമാണ്, ഡിമാൻഡും സപ്ലൈയും. 3. മത്സരം. കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് വില കുറയും, ക്വാളിറ്റി കൂടും. പിന്നെ 4ാമത്തേത്, ഏറ്റവും പ്രധാനം, ലൈസേ ഫെയർ. സിമ്പിളായി പറഞ്ഞാലോ, സർക്കാർ ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കണം. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്ന 2 വാക്കുകളുണ്ട്: മുതലാളിത്തവും സ്വതന്ത്ര വിപണിയും. പക്ഷെ ഇവ രണ്ടും രണ്ടാണ്. മുതലാളിത്തം ഫോക്കസ് ചെയ്യുന്നത് സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം, അതാരുടെ കയ്യിലിരിക്കും എന്നതിലാണ്. പക്ഷെ ഫ്രീ മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഉണ്ടാക്കിയ സമ്പത്ത് ആളുകൾക്കിടയിൽ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിലാണ്. 1777 അമേരിക്കയിലാണ് ഈ സിസ്റ്റം ആദ്യമായി പരീക്ഷിക്കുന്നത്. അവിടെ നിന്ന് അത് യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും ഒരു കാട്ടുതീ പോലെ പടർന്നു. ഫലമോ? ഒരു നൂറ്റാണ്ടിൽ കൂടുതൽ നീണ്ടുനിന്ന, അതുവരെ ലോകം കണ്ടിട്ടില്ലാത്തത്ര വലിയ സാമ്പത്തിക വളർച്ച. പക്ഷേ
ഈ നല്ല കാലം അധികം നീണ്ടുനിന്നില്ല. ആ അദൃശ്യമായ കരം പെട്ടെന്നൊരു ദിവസം പണിമുടക്കി. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തത്തിന് അത് വഴിവെച്ചു. 1929-ലെ ഗ്രേറ്റ് ഡിപ്രഷൻ. ഈ ടൈം ലൈൻ നോക്കൂ. ആ ഒരു ഡ്രാമ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. 100 വർഷത്തിലധികം നീണ്ടൊരു ഗംഭീര വളർച്ച. എന്നിട്ട് ഒറ്റയടിക്കെല്ലാം തകർന്നു വീഴുന്നു, ഒരു ചീട്ടുകൊട്ടാരം പോലെ. ഈയൊരു തകർച്ച അതുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്ന എല്ലാ സാമ്പത്തിക നിയമങ്ങളെയും ചോദ്യം ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഈ തിളക്കത്തിന് പിന്നിൽ ഒരു ഇരുണ്ട വശമുണ്ടായിരുന്നു. ഈ സിസ്റ്റത്തില് പാവപ്പെട്ടവരെ സഹായിക്കാൻ കാര്യമായിട്ടൊന്നുമുണ്ടായിരുന്നില്ല. സർക്കാർ ക്ഷേമപ്രവർത്തനങ്ങൾ എന്നൊന്നേയില്ലായിരുന്നു. സ്വാഭാവികമായും പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം ഭീകരമായി വർദ്ധിച്ചു. അവസാനം ഈ പ്രതിസന്ധി വന്നപ്പോൾ അതിനെ നേരിടാൻ ഇവരുടെ കയ്യിൽ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. കൃത്യം ഈയൊരു പ്രതിസന്ധിയുടെ സമയത്താണ് സാമ്പത്തിക ശാസ്ത്രത്തിലൊരു പുതിയ ബ്രാഞ്ച് തന്നെ ഉണ്ടാകുന്നത്, മാക്രോ ഇക്കണോമിക്സ്. ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന സാമ്പത്തിക വിദഗ്ധൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇല്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. സമ്പദ്വ്യവസ്ഥയെ രക്ഷിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ കൂടിയേ തീരൂ എന്ന്. അപ്പോ സ്വതന്ത്ര വിപണി തകർന്നപ്പോ നേരെ ഓപ്പോസിറ്റുള്ളൊരു ആശയം ലോകത്ത് ശക്തി പ്രാപിച്ചു. വ്യക്തികൾക്ക് പകരം സ്റ്റേറ്റ് തന്നെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു പുതിയ സിസ്റ്റം, നോൺ മാർക്കറ്റ് ഇക്കണോമി. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് കാൾ മാർക്സിന്റെ ആശയങ്ങളിലാണ്. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമം. ഒരാളുടെ ലാഭമല്ല, എല്ലാവരുടെയും നന്മ. ഈ സിസ്റ്റത്തിന്റെ വിശ്വാസങ്ങൾ നേരെ തിരിച്ചായിരുന്നു. രാജ്യത്തെ വിഭവങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഫാക്ടറികൾ, ഭൂമി എല്ലാം സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലായിരിക്കണം. സ്വകാര്യ സ്വത്ത് എന്നൊന്നുമില്ല. കാരണം അതാണ് അസമത്വത്തിന് കാരണം. ഇവിടെ മാർക്കറ്റോ മത്സരമോ ഡിമാൻഡോ ഒന്നുമില്ല. എല്ലാം സ്റ്റേറ്റ് തീരുമാനിക്കും. ഈ ടേബിൾ കണ്ടാൽ ആ വ്യത്യാസം ക്രിസ്റ്റൽ ക്ലിയർ ആകും. ഉടമസ്ഥത, മത്സരം, ലക്ഷ്യം, സർക്കാരിന്റെ പങ്ക് എല്ലാത്തിലും ഇവ രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. ഒന്ന് പ്രൈവറ്റ് ഓണർഷിപ്പിനെ പ്രോത്സാഹിപ്പിച്ചു, മറ്റേത് അതിനെ ഇല്ലാതാക്കി. ഒന്നിന്റെ ലക്ഷ്യം പണമുണ്ടാക്കലായിരുന്നെങ്കിൽ മറ്റേതിന്റേത് പൊതുവായ ക്ഷേമമായിരുന്നു. ഈ നോൺ മാർക്കറ്റ് സിസ്റ്റത്തിന് പ്രധാനമായും 2 വേർഷനുകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഒന്ന് സോഷ്യലിസം, പഴയ സോവിയറ്റ് യൂണിയനിലൊക്കെ കണ്ടതുപോലെ അവിടെ പ്രകൃതി വിഭവങ്ങൾ പോലുള്ള പ്രധാന കാര്യങ്ങൾ സ്റ്റേറ്റ് നിയന്ത്രിക്കും. മറ്റൊന്ന് കമ്മ്യൂണിസം, 1949-നും 1985-നും ഇടയിൽ ചൈനയിലുണ്ടായിരുന്നതുപോലെ. അവിടെ വിഭവങ്ങൾ മാത്രമല്ല, ആളുകളുടെ അധ്വാനം പോലും സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു. എല്ലാവരുടെയും നന്മയായിരുന്നു ലക്ഷ്യമെങ്കിലും ഈ സിസ്റ്റത്തിനും അതിന്റേതായ കുഴപ്പങ്ങൾ വന്നു തുടങ്ങി. കാലം പോകുന്തോറും ഈ സിസ്റ്റം ഉള്ളിൽ നിന്ന് തന്നെ ദ്രവിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ കഥയിലെ രണ്ടാമത്തെ വലിയ പ്രതിസന്ധി. അപ്പോ എന്തായിരുന്നു പ്രശ്നങ്ങൾ? ഒന്ന്, പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, കാരണം പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇല്ലല്ലോ. 2, നഷ്ടം പേടിക്കാനില്ലാത്തതുകൊണ്ട് കിട്ടിയ വിഭവങ്ങളൊക്കെ ഒരുപാട് പാഴാക്കപ്പെട്ടു. 3, കൂടുതൽ പണിയെടുത്താൽ കൂടുതൽ കിട്ടില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ആർക്കും കഷ്ടപ്പെടാനോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ ഒരു മോട്ടിവേഷനും ഇല്ലാതായി. പക്ഷേ ഇതിനെല്ലാം മുകളിൽ വ്യക്തിസ്വാതന്ത്ര്യമെന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാതായി. മുതലാളിമാരുടെ ചൂഷണം നിർത്താൻ വന്ന ഈ സിസ്റ്റത്തെക്കുറിച്ച് വന്ന ഏറ്റവും വലിയൊരു വിമർശനം ഇതായിരുന്നു. അവസാനം ചൂഷണം ചെയ്യുന്ന ഒരേയൊരു ശക്തിയായി സ്റ്റേറ്റ് തന്നെ മാറി. ചിലരിതിനെ സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന് വരെ വിളിച്ചു. അങ്ങനെ 1970-കളൊക്കെ ആയപ്പോഴേക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കാരണം ഈ സിസ്റ്റങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ തകരാൻ തുടങ്ങി. ഇത് പുതിയൊരു മാറ്റത്തിന് വഴി തുറന്നു. അങ്ങനെ 2 വലിയ ആശയങ്ങളും പരീക്ഷിച്ച് അതിന്റെ കുഴപ്പങ്ങളും കണ്ടു മടുത്ത ലോകം ഒരു മധ്യമാർഗം തേടാൻ തുടങ്ങി. അവിടെയാണ് മിക്സ്ഡ് ഇക്കോണമി അഥവാ മിശ്ര സമ്പദ്വ്യവസ്ഥയുടെ വരവ്. ഈ ടൈം ലൈൻ നോക്കിയാൽ ആ ഒരു ഒത്തുചേരല് കാണാൻ നല്ല രസാണ്. 1930-കളില് പടിഞ്ഞാറൻ രാജ്യങ്ങൾ സർക്കാരിന് കൂടെ കൂട്ടിത്തുടങ്ങി. വർഷങ്ങൾക്കിപ്പുറം 80-കളില് സോവിയറ്റ് യൂണിയനും ചൈനയും മാർക്കറ്റിനു വേണ്ടി വാതിലുകൾ തുറന്നു. അതായത് 2 അറ്റത്തുനിന്ന് തുടങ്ങിയവർ പതുക്കെ പതുക്കെ നടുവിലേക്ക് വരാൻ തുടങ്ങി. അപ്പോ എന്താണ് ഈ മിക്സ്ഡ് ഇക്കോണമി? സിമ്പിൾ. സർക്കാരും മാർക്കറ്റും ഒരുമിച്ച് കൈകോർത്ത് സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം. മാർക്കറ്റിന്റെയും നോൺ മാർക്കറ്റിന്റെയും നല്ല ഗുണങ്ങൾ മാത്രമെടുത്ത് ഉണ്ടാക്കിയൊരു പുതിയ രീതി. ഒടുവിൽ ലോകബാങ്ക് വരെ ഒരു കൺക്ലൂഷനിലെത്തി. സർക്കാരിന്റെ നിയന്ത്രണവും മാർക്കറ്റിന്റെ സ്വാതന്ത്ര്യവും ചേർന്നൊരു മിക്സാണ് ഏറ്റവും നല്ലത്. പക്ഷേ ആ മിക്സിന്റെ റെസിപ്പി, ആ ചേരുവകൾ, അത് ഓരോ രാജ്യവും അവരുടെവരുടെ ആവശ്യമനുസരിച്ച് തീരുമാനിക്കണം. കാരണം എല്ലാവർക്കും ചേരുന്ന ഒരൊറ്റ ഉത്തരം സാമ്പത്തിക ശാസ്ത്രത്തിലില്ല.
അപ്പോ ഇന്നത്തെ ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഒരുതരം മിക്സ് ആണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ചർച്ച മാർക്കറ്റാണോ സർക്കാരാണോ നല്ലതെന്നതാണോ അതോ ആ മിക്സിന്റെ ശരിയായ റെസിപ്പി കണ്ടുപിടിക്കുന്നതാണോ? സർക്കാരിന് എത്രത്തോളം പവർ വേണം, മാർക്കറ്റിന് എത്രത്തോളം ഫ്രീഡം കൊടുക്കണം? ഈ ചോദ്യങ്ങൾക്കാണ് ഇന്നും ലോകം ഉത്തരം തേടുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വലുതായാലും ചെറുതായാലും ഒരേ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്: എങ്ങനെ സമ്പന്നരാകാം? അല്ലേ? ഇതിന് ശരിക്കും പല വഴികളുണ്ട്. പക്ഷേ ഏതാണ് ശരിയായ പാത? ആ ഒരു ശരിയായ വഴിക്കു വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാരാണ്? നമ്മുടെയൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം സർക്കാരിന്റെ കയ്യിലായിരിക്കണോ? അതോ മാർക്കറ്റിന്, അതായത് കച്ചവടക്കാർക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണോ? ഇതാണ് ഓരോ രാജ്യവും നേരിടുന്ന ആ അടിസ്ഥാനപരമായ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് ഒരു ശരിയായ ഉത്തരം കണ്ടെത്താൻ ലോകം ഒരുപാട് കാലമായി ശ്രമിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി പല വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ചില ശ്രമങ്ങൾ വിജയിച്ചു, ചിലത് ദയനീയമായി പരാജയപ്പെട്ടു. ആ ഒരു യാത്രയുടെ കഥയാണ്, ആ അന്വേഷണത്തിന്റെ കഥയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഏതൊരു സമ്പദ്വ്യവസ്ഥയെടുത്താലും അവിടെ പ്രധാനമായും 2 കളിക്കാരുണ്ട്. ഒന്ന് സർക്കാർ, അതായത് റോഡുകൾ, ആശുപത്രികൾ, നിയമങ്ങൾ, ഇതൊക്കെ നോക്കുന്നത് സർക്കാരാണ്. ഇനി മറുവശത്തോ ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളും കച്ചവടക്കാരും. ഇതിനെയാണ് നമ്മൾ വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോ ലോകം എവിടെയാണ് ഒരു തീരുമാനത്തിലെത്തിയത്? സർക്കാരിനെ പൂർണ്ണമായി ഒഴിവാക്കാനും പറ്റില്ല, വിപണിയെ അപ്പാടെ തള്ളാനും പറ്റില്ല. അപ്പൊ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി, ഇതിനെയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് സർക്കാരിന്റെ നിയന്ത്രണവും വിപണിയുടെ സ്വാതന്ത്ര്യവും ചേർന്നൊരു അടിപൊളി മിക്സ്. അപ്പോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സിമ്പിളാണ്. സ്വകാര്യ കമ്പനികൾ അവർക്ക് ലാഭമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആശുപത്രികൾ, സ്കൂളുകൾ, അങ്ങനെയുള്ള വലിയ ലാഭമൊന്നും കിട്ടാത്ത പക്ഷെ സമൂഹത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആര് ചെയ്യും? അത് സർക്കാർ ഏറ്റെടുക്കും. പിന്നെ ഈ കളിയിലെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും സർക്കാർ തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റോളുകളൊന്നും അങ്ങോട്ട് കല്ലിൽ കൊത്തിവെച്ചതല്ല. കാലത്തിനനുസരിച്ച് ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോകത്തിന് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാന്ത്രിക പാചകക്കുറിപ്പ് ഉണ്ടെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അങ്ങനെ ഒരു ആശയമായിരുന്നു ഈ വാഷിംഗ്ടൺ സമവായം. പക്ഷേ ചോദ്യം ഇതാണ്: ഇത് ശരിക്കും ലോകത്തിനുള്ള ഒരു പരിഹാരമായിരുന്നോ? ഈ ആശയം വന്നത് എവിടെ നിന്നാണെന്നോ? ലോകത്തിലെ ഏറ്റവും ശക്തരായ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന്. നമ്മൾ കേട്ടിട്ടില്ലേ, IMF, ലോകബാങ്ക്, പിന്നെ US ട്രഷറി. സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു രക്ഷാമാർഗം എന്ന നിലയ്ക്കാണ് അവർ ഈ പോളിസികളെല്ലാം മുന്നോട്ട് വെച്ചത്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ വില്യംസനാണ് ഇതിന് വാഷിംഗ്ടൺ സമവായം എന്ന പേര് നൽകിയത്. ഈ ഒരു ശക്തമായ പാചകക്കുറിപ്പിൽ കൃത്യമായി പറഞ്ഞാൽ 10 നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. സാമ്പത്തിക വിജയത്തിലേക്കുള്ള ഒരു തരം 10 കൽപ്പനകൾ പോലെ. ഇതിന്റെയൊക്കെ കാതൽ എന്തായിരുന്നു എന്ന് വെച്ചാല്, സർക്കാരിന്റെ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക, നികുതികളൊക്കെ ലളിതമാക്കുക, സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക, പിന്നെ വിദേശ വ്യാപാരത്തിനുള്ള തടസ്സങ്ങളെല്ലാം എടുത്തുമാറ്റുക. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന്റെ ഇടപെടൽ പരമാവധി കുറച്ച് എല്ലാത്തിനും മാർക്കറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതായിരുന്നു ലക്ഷ്യം. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ മരുന്ന് എന്ന് പറയുന്ന ഈ രീതി വിജയിച്ചോ? ഉത്തരം ഇല്ല. ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. കാര്യങ്ങളാകെ മാറിമറിയാൻ തുടങ്ങിയാണ്. കാലം മുന്നോട്ടു പോയപ്പോ ഈ വാഷിംഗ്ടൺ സമവായം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറിപ്പോയി. വെറുമൊരു കൂട്ടം പരിഷ്കാരങ്ങൾ എന്ന നിലയിൽ നിന്ന് മാറി അത് നവ ഉദാരവൽക്കരണം അഥവാ മാർക്കറ്റ് ഫണ്ടമെന്റലിസം എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. എന്നുവെച്ചാൽ എന്താ? മാർക്കറ്റിന് എന്തും പരിഹരിക്കാൻ കഴിയും, മാർക്കറ്റാണെല്ലാം എന്നൊരു തരം അന്ധമായ വിശ്വാസം. ഇതിനോടുള്ള എതിർപ്പ് എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുണ്ടാക്കിയ അതേ വ്യക്തി ജോൺ വില്യംസൺ പറഞ്ഞത് കേട്ടാ മതി. അദ്ദേഹം തന്നെ പറയുകയാണ്, ഈ വാക്ക് കേൾക്കുമ്പോ വായിൽ നിന്ന് നുരയും പതയും വരുന്ന ആളുകളുണ്ടെന്ന്. അപ്പോ ഊഹിക്കാമല്ലോ എത്രത്തോളം ശക്തമായിരുന്നു അതിനെതിരായ വികാരമെന്ന്. അപ്പോ ഉദ്ദേശിച്ചതും നടന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിക്കേ. സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞത് സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ചെലവ് ചുരുക്കലായി മാറി. സ്വകാര്യവൽക്കരണമാണെങ്കിലോ രാജ്യത്തിന്റെ വിലപ്പെട്ട സ്വത്തുക്കൾ വിറ്റുതുലയ്ക്കുന്ന പരിപാടിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഉദാരവൽക്കരണം എന്ന നല്ല വാക്ക്
സർക്കാരിന്റെ പങ്ക് തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ആക്രമണമായിട്ടാണ് പലരും കണ്ടത്. ഈ ആശയങ്ങളുടെയൊക്കെ പ്രത്യാഘാതം എത്ര വലുതായിരുന്നു എന്നറിയാമോ? 2008 ലോകത്തെ പിടിച്ചുകുലുക്കിയ ആ വലിയ സാമ്പത്തിക പ്രതിസന്ധിയില്ലേ, അതിന്റെ വേരുകൾ പോലും ഈ വാഷിംഗ്ടൺ സമവായം മുന്നോട്ടുവെച്ച ആശയങ്ങളിലാണെന്ന് പല വിദഗ്ധരും ഇന്നും വിശ്വസിക്കുന്നു. അതോടുകൂടി മാർക്കറ്റിനെ മാത്രം കണ്ണുമടച്ചു വിശ്വസിക്കുന്ന ആ രീതിക്ക് വലിയൊരു തിരിച്ചടി കിട്ടി. അങ്ങനെ ലോകത്തിന് മുഴുവൻ ഒരൊറ്റ ശരി, ഒരൊറ്റ വഴി എന്നൊക്കെയുള്ള ആശയത്തിന് മങ്ങലേറ്റപ്പോൾ പുതിയ ചിന്തകളും പുതിയ ബദൽ മാതൃകകളും പലയിടത്തു നിന്നായി ഉയർന്നുവരാൻ തുടങ്ങി. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ബദലായിരുന്നു ബീജിംഗ് സമവായം അഥവാ ചൈനയുടെ വികസന മാതൃക. ഇത് വാഷിംഗ്ടൺ സമവായത്തിൽ നിന്ന് നേരെ തിരിച്ചായിരുന്നു. എല്ലാവർക്കും ഒരൊറ്റ നിയമം എന്നതിനു പകരം ഇവിടെ നിരന്തരമായ പരീക്ഷണങ്ങൾക്കാണ് ഊന്നൽ. എല്ലാ മാറ്റങ്ങളും ഒറ്റയിലേക്ക് കൊണ്ടുവരുന്നതിനു പകരം പതുക്കെയുള്ള പരിഷ്കാരങ്ങൾ. പിന്നെ വിദേശ ആശയങ്ങളെ കണ്ണുമടച്ചു കോപ്പിയടിക്കാതെ അവർക്കാവശ്യമുള്ളത് മാത്രം തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതി. 2008 ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം സർക്കാരിന് പ്രാധാന്യം നൽകുന്ന ഈ ചൈനീസ് മോഡലിന് ഭയങ്കര സ്വീകാര്യത കിട്ടി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ചൈനയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവരുടെ സാമൂഹിക ഘടനയുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ചൈനയിലെ വിജയിച്ചൊരു കാര്യം അതേപോലെ മറ്റൊരിടത്ത് വിജയിക്കണമെന്നില്ല. ഇത് അന്ധമായി പകർത്തുന്നത് അപകടമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി വാഷിംഗ്ടൺ മോഡൽ മാർക്കറ്റിനും ബീജിംഗ് മോഡൽ സർക്കാരിനും പ്രാധാന്യം നൽകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്താധാര കൂടി ഉയർന്നുവന്നു. അതാണ് സാന്റിയാഗോ സമവായം. ഇതൊരു ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ബദലാണ്. ലോകബാങ്കാണ് ഈ ആശയം മുന്നോട്ടുവെച്ചത്. ഇതിന്റെ പ്രധാന വാക്ക് ഉൾക്കൊള്ളൽ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ എന്നതാണ്. അതായത് രാജ്യത്തിന്റെ സമ്പത്താകുന്ന ആ വലിയ കേക്ക് വലുതായാൽ മാത്രം പോരാ, അതിന്റെ കഷ്ണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. ചുരുക്കത്തിൽ സാമ്പത്തിക വളർച്ചയുടെ ഗുണം സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് വരെ എത്തണം. അപ്പോ വാഷിംഗ്ടണും ബീജിംഗും തമ്മിലൊന്ന് നേർക്കുനേർ താരതമ്യം ചെയ്താൽ എന്താണ് കാണുന്നത്? ഒന്ന്, അതായത് വാഷിംഗ്ടൺ മാർക്കറ്റ് നയിക്കുന്ന വളർച്ചയെക്കുറിച്ച് പറയുന്നു. ബീജിംഗ് ആകട്ടെ സർക്കാർ നയിക്കുന്ന വളർച്ചയെക്കുറിച്ചും. ഒന്ന് ലോകം മുഴുവനൊരൊറ്റ പാചകക്കുറിപ്പ് മതിയെന്ന് പറയുമ്പോൾ മറ്റൊന്ന് നിരന്തരമായ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി വാഷിംഗ്ടണും സാന്റിയാഗോയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. വാഷിംഗ്ടൺ സമവായം സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ സാന്റിയാഗോ സമവായം സംസാരിക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ ഉൾക്കൊള്ളലിനെക്കുറിച്ചാണ്. അതായത് ഫോക്കസ് വെറും സാമ്പത്തിക കണക്കുകളിൽ നിന്നും മാറി ജനങ്ങളിലേക്കും അവരുടെ പങ്കാളിത്തത്തിലേക്കും വരുന്നു. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിന് ഒരൊറ്റ ശരിയായ ഉത്തരം ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പാഠം. ആ ഏറ്റവും മികച്ച, ആ പെർഫെക്റ്റ് സാമ്പത്തിക പാചകക്കുറിപ്പിനായുള്ള മനുഷ്യന്റെ അന്വേഷണം അതവസാനിച്ചിട്ടില്ല. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ലോകം മാറിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? കാലാവസ്ഥാ വ്യതിയാനം, പുതിയ ടെക്നോളജികളുടെ വരവ്, അങ്ങനെ ഒരുപാട് പുതിയ വെല്ലുവിളികൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ മാറുന്ന ലോകത്ത് അടുത്ത മഹത്തായ സാമ്പത്തിക ആശയം എന്തായിരിക്കും? ആർക്കറിയാം? ഒരുപക്ഷേ ആ ഉത്തരം കണ്ടെത്തേണ്ടത് വരും തലമുറകളായിരിക്കും, നമ്മളൊക്കെ തന്നെയായിരിക്കും. ചിന്തിക്കാനായി ഈ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു.